ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. എല്ലാവർക്കും ഉള്ള ഒരു വളരെ വലിയ സംശയമാണ്, ക്രെറ്റ എടുക്കണോ സെൽറ്റോസ് എടുക്കണം, ഏതെടുക്കും? രണ്ടും സെയിം പ്ലാറ്റ്ഫോമാണ്, രണ്ടും സെയിം പാരൻറ്റ് കമ്പനിയുടെ ആണ്, അതുപോലെ രണ്ട് വണ്ടികളും ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാ കാര്യത്തിലും. എങ്ങനെയാണ് എടുക്കേണ്ടത്? ഫീച്ചേഴ്സ് കാര്യപ്പോൾ ഏകദേശം സെയിം ആണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് വെച്ചാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ സെൽറ്റോസ് എടുക്കാനും ക്രെറ്റ എടുക്കാനുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചായിരിക്കും നോക്കുന്നത്. ആദ്യം ക്രെറ്റല്ലേ പുതിയ ഇറങ്ങിയത്, അതുകൊണ്ട് നമുക്ക് ക്രെറ്റ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്രെറ്റയ്ക്ക് 4 പോയിന്റ്സ് ആണ് സെൽറ്റോസിൻ്റെ മുകളിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത്. ഓക്കെ, അതിൽ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസൈനും, അതിപ്പം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് പറഞ്ഞു സെൽറ്റോസ് ആണ് ക്രെറ്റ ആണോ ഇഷ്ടമെന്ന്. കൂടുതൽ പേർക്കും സെൽറ്റോസ് ആയിരിക്കും ഇഷ്ടം. എനിക്ക് പേഴ്സണലി കാണാൻ ഇഷ്ടം സെൽറ്റോസ് തന്നെയാണ്, പുതിയ ക്രെറ്റയേക്കാളൊക്കെ. പക്ഷേ എന്തായാലും പഴയ പ്രീഫേസ് ലിഫ്റ്റ് ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം ഇമ്പ്രൂവ് ആയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഡയമെൻഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ആസ്പെക്ട്സിലും നമ്മുടെ ക്രെറ്റ സെൽറ്റോസിനേക്കാൾ ചെറുതാണ്. ഓക്കെ, 4330 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്, ആൻഡ് 1790 മില്ലിമീറ്റേഴ്സ് ആണ് വിഡ്ത്ത്, 1635 മില്ലിമീറ്റേഴ്സ് ആണ് ഹൈറ്റ്, ആൻഡ് 2610 മില്ലിമീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിന് ടോട്ടൽ വീൽ ബേസ് വരുന്നത്. ബാക്കി കാര്യങ്ങൾ, അതായത് എന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ സെൽറ്റോസിന് അവിടെ പറയും, കാരണം അത് ആ വാഹനത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണല്ലോ. പിന്നെ ബൂട്ട് സ്പേസ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളിലും സെയിം ആണ്. 433 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. ആൻഡ് രണ്ടിൻ്റെയും ഗ്രൗണ്ട് ക്ലിയറൻസും സെയിം ആണ്. 190 മില്ലിമീറ്റേഴ്സ് ആണ് രണ്ട് വാഹനങ്ങളുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് പണ്ടും സെയിം ആയിരുന്നു, ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് എന്ന് നോക്കാം. ഞാനീ വലിയ ഡയലോഗ് അടിച്ചെങ്കിലും അത്രമാത്രം ഫീച്ചേഴ്സൊന്നും കൂടുതലില്ല, കാരണം അവരവർ ഗ്യാപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് നാരോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ആകെ 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. അതെന്തുകൊണ്ടാണ് സെൽറ്റോസിൽ ഇപ്പോഴും കിയ കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. അതൊരു സംഭവം പറഞ്ഞു വരുമ്പോൾ ഒരു സിമ്പിൾ സാധനമാണ്, പക്ഷേ അത് ഈ ക്രെറ്റയിലും പണ്ടില്ലായിരുന്നു, അത് ഈ ഫേസ് ലിഫ്റ്റിലാണ് വന്നത്. പിന്നെ പഡിൽ ലാംപ്സ് നമുക്ക് ക്രെറ്റയിലുണ്ട്, സെൽറ്റോസിലേക്ക് അതൊക്കെ വളരെ മിനിമലായിട്ടുള്ള വ്യത്യാസങ്ങൾ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ കൊമ്പത്തേക്ക് പൊക്കി പിടിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇനി അതല്ലാണ്ട് നമ്മൾ മൂന്നാമത്തെ അഡീഷണൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ അത് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കംഫർട്ടാണ്. കാരണം ഈ വാഹനത്തിന് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. പലരും കുറ്റം പറയായിരിക്കും, എന്ത് പറ്റി 17 ഇഞ്ച് കൊടുത്ത 18 ഇഞ്ച് ഇല്ലല്ലോ എന്ന്. പക്ഷേ എന്നാൽ റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും അതുപോലെ സസ്പെൻഷൻ്റെ ട്യൂണിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്രെറ്റ സെൽറ്റോസിനേക്കാൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്യൂണിലാണ് ഓടുന്നത്. സെൽറ്റോസ് ഒക്കെ കുറച്ചുകൂടെ അഗ്രസീവ് ആണ്, അതിൻ്റെ ഗുണങ്ങൾ ഞാൻ സെൽറ്റോസിൻ്റെ അവിടെ പറയാം. പക്ഷേ എന്നാൽ നമ്മൾ കുറച്ചുകൂടെ ഈ സിറ്റി ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കുഴിയോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ജോയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ ക്രെറ്റ ആയിരിക്കും. അതായത് ചെറിയ ചെറിയ പമ്പിലൊക്കെ അത്യാവശ്യം നല്ല അബ്സോർപ്ഷൻ കൂടുതലും ക്രെറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അതാണ് വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡീസൽ മാനുവൽ ഉണ്ട് എന്നുള്ളതാണ്. ഡീസൽ IMT അല്ലെങ്കിൽ IMT വെച്ചിട്ടുള്ള പരിപാടി ഹ്യുണ്ടായി മൊത്തത്തിൽ നിർത്തിയ മട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതവർ കിയയ്ക്ക് വിട്ടുകൊടുത്തെന്ന് തോന്നി. ഇപ്പം വെന്യൂ ഫേസ് ലിഫ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്രെറ്റ ഫേസ് ലിഫ്റ്റ്, അതുപോലെ i20, ഈ വണ്ടി i20ൽ ടെർബോ എൻലൈനിൽ നമുക്ക് IMT ഉണ്ട്, പക്ഷേ ബാക്കി ഒരു വേരിയൻസിൽ അവരിപ്പോൾ IMT കൊടുക്കുന്നില്ല. ഹ്യുണ്ടായി മൊത്തത്തിൽ കിയയ്ക്ക് അപ്പുറത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ, അതായത് അവരുടെ സെയിം വണ്ടിയുടെ ഒരു കിയ വേർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തായിരിക്കും അവരിപ്പോൾ മൊത്തത്തിൽ IMT കൊടുക്കുന്നത്. അത് നല്ലതാണ്, കാരണം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റും. കാരണം ഇപ്പോൾ ഡീസൽ മാനുവൽ വേണമെങ്കിൽ അവർക്ക് ക്രെറ്റ എടുക്കാം, ഡീസൽ IMT ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ പോയി സെൽറ്റോസ് എടുക്കാം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ക്രെറ്റയെ പറ്റി പ്ലസ് ആയിട്ട് പറയാനുള്ളൂ നമ്മൾ സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ക്രെറ്റ പുതിയ വണ്ടി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്രെറ്റ വെച്ച് തുടങ്ങിയത്. ഇനിയിപ്പോൾ എന്തായാലും സെൽറ്റോസിൽ എന്തൊക്കെയാണ് ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് എന്ന് നോക്കാം. ഇവിടെയും ഒരുപാട് പോയിന്റ്സ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. 5 പോയിന്റ്സ് തന്നെയാണ് നമുക്ക് സെൽറ്റോസിനും അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. ആദ്യത്തെ ഞാൻ ഡിസൈൻ വെച്ച് തന്നെ തുടങ്ങും. അതൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ബൈ ദ ബൈ, ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് തീർച്ചയായും താഴെ കമൻസിലൊന്ന് പറഞ്ഞേക്കാം, എനിക്കറിയാലോ. ഓക്കെ, ഇനി ഡയമെൻഷൻസിൽ നോക്കുകയാണെങ്കിൽ സെൽറ്റോസ് ക്രെറ്റയേക്കാൾ 35 മില്ലിമീറ്റേഴ്സ് കൂടുതൽ ലെങ്ത് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ 10 മില്ലിമീറ്റേഴ്സ് കൂടുതൽ വിഡ്ത്ത് ഉണ്ട്, 10 മില്ലിമീറ്റേഴ്സ് കൂടുതൽ ഹൈറ്റ് ഉണ്ട്. ബാക്കിയൊക്കെ സെയിം ആണ്, വീൽ ബേസ് സെയിം ആണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആണ്, അതുപോലെ നമ്മുടെ ബൂട്ട് സ്പേസ് സെയിം ആണ്. അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. 4365 മില്ലിമീറ്റേഴ്സ് ആണ് സെൽറ്റോസിൻ്റെ ലെങ്ത്, 1800 മില്ലിമീറ്റേഴ്സ് ആണ് വിഡ്ത്ത്, 1645 മില്ലിമീറ്റേഴ്സ് ആണ് നമ്മുടെ സെൽറ്റോസിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ ഡയമെൻഷൻസിൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഈ റിയൽ ലൈഫിൽ നോക്കുമ്പോൾ ഇതൊന്നും ഒരു വ്യത്യാസമായിട്ടേ നമുക്ക് തോന്നില്ല. ഇപ്പോൾ ക്രെറ്റയിൽ തന്നെ ലെങ്ത് കൂടിയിരിക്കുന്ന അതിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറിന് കുറച്ച് നീളം വന്നുണ്ട് എന്ന് വെച്ചാൽ വണ്ടി കാണുമ്പോൾ 35 മില്ലിമീറ്റർ വണ്ടിക്ക് ലെങ്ത് കൂടിയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. പ്രീവിയസ് ലിഫ്റ്റ് ക്രെറ്റ 4300 ആയിരുന്നു, ഇത് പക്ഷേ 4335 അല്ലേ. ഇനി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ സെൽറ്റോസിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് നമ്മൾ ക്രെറ്റ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അത് കുറച്ചൊക്കെ മേജർ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. അതായത് ഒരു ഫീൽ ഗുഡ് ഫീച്ചറാണ്. നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കില്ല എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും അതിപ്പോൾ താൽക്കാലികമായി ക്രെറ്റയിലില്ല.
അറിയില്ല, അത് പണ്ടും ഇല്ലായിരുന്നു, സെൽറ്റോസിൽ ഉണ്ടായിരുന്നുള്ളൂ. ഫേസ് ലിഫ്റ്റിലും ഹ്യുണ്ടായി അതങ്ങനെ കൊടുത്തിട്ടില്ല. ചിലപ്പോൾ മിക്കവാറും എൻലൈൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുമായിരിക്കും. അതുപോലെ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് നമുക്ക് ക്രെറ്റയിൽ അവൈലബിൾ അല്ല, അത് സെൽറ്റോസിലുണ്ട്. പിന്നെ ബാക്കിലത്തെ പാസഞ്ചറിൻ്റെ സെൻറ്റർ ഹെഡ് റെസ്റ്റ് അത് ക്രെറ്റയിൽ അവർ കൊടുത്തിട്ടില്ല. ആകെ 4 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളെ ക്രെറ്റയിലുള്ളൂ. നമുക്ക് സെൽറ്റോസിൽ പക്ഷേ 5 എണ്ണം കിട്ടുന്നുണ്ട്. അതൊരു മേജർ ഡ്രോബാക്ക് ആണ്. ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ, കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ again അവർ കൊടുത്തിട്ടില്ല. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസം പറയാൻ പറ്റുന്നത്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സെൽറ്റോസിൻ്റെ ഒരു ഡ്രൈവിംഗ് നേച്ചറാണ്. ക്രെറ്റ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്, നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണെങ്കിൽ സെൽറ്റോസ് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ളൊരു വണ്ടി, അതായത് ഇത്തിരി ഒരു സ്പോർട്ടി ക്യാരക്ടർ കൂടുതലുള്ള വണ്ടിയാണ് എന്ന് പറയും. അതിപ്പോൾ ഈ വണ്ടിയുടെ സസ്പെൻഷൻ്റെ സെറ്റപ്പ് ആണെങ്കിലും അത്യാവശ്യം സ്റ്റിഫാണ്. അതുകൊണ്ട് ക്രെറ്റ വെച്ച് നോക്കുമ്പോൾ വളവിലൊക്കെ ഈ വണ്ടിക്ക് ബോഡി റോൾ ഒരു ഇത്തിരി കുറവായിരിക്കും. അതുപോലെ കുറച്ചുകൂടെ കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ രണ്ട് വണ്ടികളും ഭയങ്കര അഗ്രസീവായിട്ട് പുഷ് ചെയ്ത് ഓടിക്കേണ്ട വണ്ടികളൊന്നും അല്ല, അഗൈൻ കോമ്പാക്ട് എസ്യൂവീസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക അണ്ടർസ്റ്റിയറിംഗ് നേച്ചറും അതുപോലെ ഫ്രണ്ട് വീൽ ഡ്രൈവ് അതിൻ്റെ പ്രശ്നവും പിന്നെന്താ പറയുക നമുക്ക് ആ ബോഡി റോളും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റും. എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ക്രെറ്റയേക്കാൾ കുറച്ചും കൂടെ നല്ല ഒരു എന്താ പറയുന്നത് ഡ്രൈവിംഗ് ക്യാരക്ടർ കിട്ടുന്ന സെൽറ്റോസിലായിരിക്കും. ഇനി അവിടെ ഞാനൊരു IMT കേസ് പറഞ്ഞായിരുന്നു. IMT അവിടെ ഇല്ല എന്നുള്ളത്. ഈ വണ്ടിയിൽ പക്ഷേ IMT മാത്രമേ ഉള്ളൂ. അതാണ് ചെറിയൊരു പ്രശ്നം. അതായത് ഇതിൻ്റെ അകത്ത് ഡീസൽ മാനുവൽ ഇല്ല, ഡീസൽ IMT മാത്രമേ ഉള്ളൂ. പക്ഷേ അഗൈൻ ഇതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടും വേണേൽ പറയാം. അത് ഡീസൽ IMT ഉള്ളതുകൊണ്ടല്ല. നിങ്ങൾക്ക് ഇനി ഇൻ കേസ് IMTയുടെ ഓപ്ഷൻ വേണം, എനിക്ക് IMT മതി, എനിക്ക് ക്ലച്ച് ഇടേണ്ട ആവശ്യം ഗിയർ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 1.5 ടെർബോയുടെ കൂടെ നമുക്ക് IMT കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ 1.5 ഡീസലിൻ്റെ കൂടെ നമുക്ക് IMT കിട്ടും. പെട്രോൾ 1.5ൻ്റെ കൂടെ ഇപ്പോൾ IMT ഇല്ല, അതെന്താ എനിക്കറിയില്ല. മറ്റേ നമ്മുടെ IVT ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവൽ മാത്രമാണ് കിട്ടുന്നത്. അത് IVT എന്ന് പറയുന്നത് CVT ആണ്. ഓക്കെ, ഇനി വേറെ ഈ വണ്ടിയുടെ ഇമ്പോർട്ടൻറ്റ് പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് 1.5 ലിറ്റർ ടെർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനുള്ള അല്ലെങ്കിൽ 1.5 TGDI എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും അതെന്താ അത് ക്രെറ്റയിലുണ്ടല്ലോ, അതെങ്ങനെ ഈ വണ്ടിയുടെ പ്ലസ് പോയിൻ്റ് ആവുന്നതെന്ന്. പക്ഷേ ക്രെറ്റയിൽ അത് ഏറ്റവും ടോപ്പ് ആൻഡ് SX ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. ഒറ്റ വേരിയൻറ്റിലാണ് അവരത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ചിന് മാത്രമേ ഉള്ളൂ. വെർണയിലൊക്കെ ഹ്യുണ്ടായി ഈ സെയിം എഞ്ചിൻ മാനുവൽ കൊടുത്തതാണ്. പക്ഷേ ക്രെറ്റയിലേക്ക് വന്നപ്പം ഒറ്റ വേരിയൻറ്റ് ഒറ്റ ട്രാൻസ്മിഷൻ, അതിന് 20 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വന്നിരിക്കുന്നത്. പക്ഷേ സെൽറ്റോസിൻ്റെ കേസ് അങ്ങനെയല്ല. സെൽറ്റോസിൽ HTX പ്ലസ്സിലുണ്ട്, GTX പ്ലസ്സിലുണ്ട്, X ലൈൻ, അങ്ങനെ 3 ട്രിംസ്, ടെക് ലൈൻ, GT ലൈൻ, X ലൈൻ, ഈ 3 വേരിയൻസിലും അവർ 1.5 ടെർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ 1.5 TGDI പുതിയ എഞ്ചിൻ്റെ അല്ലെങ്കിൽ ടെർബോ പെട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതെനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഇനി പ്രൈസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് ക്രെറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് 10.99 lakhs അല്ലെങ്കിൽ 11 lakhs എന്ന് പറയും. അവിടെ തുടങ്ങിയിട്ട് 19.99 lakhs വരെയാണ് ഇതിൻ്റെ പ്രൈസ് പോകുന്നത്. സെൽറ്റോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 10.9, അതായത് 10.99 അല്ല, ഒരു 9,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് കുറച്ച് താഴെയാണ് പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് മാക്സിമം പ്രൈസ് പോകുന്നത് 20.3 lakhs വരെയാണ്. പക്ഷേ അഗൈൻ ഈ 20.3 lakhsൻ്റെ X ലൈൻ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആണ്. സോ ഇനിയിപ്പം ക്രെറ്റയിൽ എൻലൈൻ അവർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായും ക്രെറ്റ എൻലൈൻ്റെ പ്രൈസ് നമ്മുടെ സെൽറ്റോസ് X ലൈൻ്റെ പ്രൈസിനെ ഓവർലാപ്പ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ക്രെറ്റ നമുക്കറിയാം എക്സ്ഷോറൂം പ്രൈസ് ഇത് ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. കുറച്ച് നേരം കഴിയുമ്പം എല്ലാ വണ്ടിയുടെ ഇൻട്രൊഡക്ടറി പ്രൈസ് മാറി പ്രൈസ് കൂടുതൽ. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ എലവേറ്റിൻ്റെ ഒക്കെ പ്രൈസ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് മോഡൽ അവർ 60,000 രൂപ വില കൂട്ടി, ബാക്കി വേരിയൻസ് ഒക്കെ 20,000 രൂപ വെച്ചും കൂട്ടി. എനിവേ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഈ പ്രൈസ് ഹൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ക്രെറ്റയുടെയും അതുപോലെ തന്നെ സെൽറ്റോസിൻ്റെയും കമ്പാരിസൺ. കുറേ പേര് ചോദിച്ചൊരു സംഭവമാണിത്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഐഡിയ ഇട്ട് കാണാമായിരിക്കും. നിങ്ങളിതിൽ 2 വണ്ടികൾ കിട്ടുകയാണെങ്കിൽ ഏത് ഓപ്ഷനായിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ളത് താഴെ കമൻസിൽ പറയുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ പുതിയ ക്രെറ്റ എലിവേറ്റീവ് ആയിട്ടുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ആയിട്ടുള്ള കമ്പാരിസൺ എല്ലാം വേണമെങ്കിൽ അതും താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.